നമസ്കാരം. ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരു ഡ്രസ് ഹാൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത കുറച്ച് കുർത്താസും കുർത്താ സെറ്റും ഉണ്ട് കേട്ടോ. കുർത്താസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 500 ആണ് കേട്ടോ. പക്ഷെ ലുക്കിലോ ക്വാളിറ്റിയിലോ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ഒരു പ്രീമിയം ഫീല് തരുന്ന കുർത്താസാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ചീപ്പ് ക്വാളിറ്റി അങ്ങനെ ഒന്നും തോന്നില്ല. ചില ഡ്രസ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീല് കിട്ടും. അതിപ്പോ ഡ്രസ്സിന്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, ആ ഒരു കളർ കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ, ആ ഒരു മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ആ ഒരു ലുക്കായിരിക്കും അല്ലെ? അപ്പൊ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളതും അങ്ങനെയുള്ള കുറച്ച് കുർത്താസും കുർത്താ സെറ്റൊക്കെയാണ്. ആ ഒരു കളേഴ്സിന്റെ ഒരു ഭംഗി കൊണ്ടും അതിന്റെ ആ ഒരു മൊത്തത്തിലൊരു സ്റ്റൈൽ, ആ ഒരു ലുക്ക് കൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീല് തരുന്ന, എന്നാൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് കുർത്താസാണ്. കുർത്താ സെറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സൗണ്ടൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു സൗണ്ട് കുറവാണെന്ന് പറഞ്ഞിട്ട്. മാക്സിമം ഞാൻ കൂട്ടിയിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കാനുള്ളത് ഒരു കുർത്തയാണ്. റംഗീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ ഒരു കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ലാർജ് ആണ് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, 3/4 സ്ലീവ്സും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഷോർട്ട് കുർത്തയൊന്നും അല്ല, അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന കുർത്തയാണ്. ഓക്കെ, ഇനി ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ റയോൺ മെറ്റീരിയൽ ആണ്. മിറർ വർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു കുർത്തയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ പ്രിന്റ് ആണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം പ്രിന്റ് ആണ്. ഈ പോകുന്ന ഈ ഒരു പാറ്റേൺ യൂഷ്വലി നമ്മൾ പാനൽ ചെയ്ത് വരുന്ന കുർത്താസിന് വരുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുക മാത്രമാണ്. ഇതെല്ലാം പ്രിന്റ് ആണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന കുർത്താസ് തന്നെ ഒരു പ്രീമിയം ഫീലാണ് തരുന്നത്. നമ്മൾ ഈ നീ ലെങ്ത് വരെയുള്ള കുർത്താസ് പോലെയല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ലോങ് കുർത്താസ് തരുന്ന ഒരു ലുക്ക് വേറെയാണ്. ഇനി അടുത്തത് ഇതിന്റെ ഒരു കളറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കളർ അല്ല, അങ്ങനത്തെ ഒരു ബ്ലൂ അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു ബ്ലൂ ആണ്. ഓക്കെ, എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളർ കൂടിയാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രൈസ് ആണ്. 500 550 മറ്റോ ആണ്. നല്ല ഒരു ഡീലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു കുർത്ത കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി അടുത്തത് ഒരു കുർത്ത സെറ്റാണ്. ഇൻഡോവേറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ളൊരു കുർത്ത സെറ്റാണ്. ഞാൻ ഇവരുടെ ഒരുപാട് കുർത്ത സെറ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. എന്നാൽ അത്ര പ്രൈസ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് ടോപ്പ് വരുന്നത്. ഇതൊരു കോട്ട് സെറ്റ് പാറ്റേണിലാണ് വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറെ പറയാനായിട്ടൊന്നുമില്ല. 3/4 സ്ലീവ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഒരു നെക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. നെക്കിൽ ഇങ്ങനെ മിറേഴ്സ് വരുന്നുണ്ട്. ഈ സെയിം ഒരു പാറ്റേണിൽ തന്നെയാണ് സ്ലീവ്സിലും വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. നല്ല രസമുണ്ട്. നമുക്ക് എന്താ പറയുക കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല, പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണേ. ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് ആണ്. ഇനി അടുത്ത് കുർത്തയാണ്. ഇതും റംഗീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ഒരു റയോൺ കുർത്തയാണ്. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, സ്ലീവ്സിലും ഈ യോക്കിലും കാണുന്ന ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി കുർത്ത ഫുള്ളായിട്ടും പ്ലെയിൻ ആയിട്ടൊരു കുർത്തയാണ്. ഓക്കെ, നല്ല രസമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലോസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രസമുള്ള ഒരു ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളറും വർക്കും എല്ലാം കൊണ്ടും ആ ഒരു ഫീല് നമുക്ക് കിട്ടും. സൈസ് ഞാൻ ലാർജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വൈറ്റ് പെൻസിൽ ഫിറ്റ് പാൻസിൻ്റെ ഒപ്പം, സിഗരറ്റ് പാൻസിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ
ഡെനിമിന്റെ ഒപ്പം വേണേലും നമുക്ക് പെയർ ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ നല്ലൊരു ലുക്ക് തരുന്ന കുർത്താസ് ആണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സോളിഡ് കുർത്താസ് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കേട്ടോ എൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഓക്കെ, ഇത് മീഡിയം ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. കോട്ടൺ സെറ്റ് ആണ് കേട്ടോ. അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയും വരുന്നുണ്ട്. ദുപ്പട്ടയും കോട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ 3 പീസ് സെറ്റ് ആണ്. നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്ത സെറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും, അല്ലേ? അപ്പോൾ ഇതിലിങ്ങനെ ഗോട്ടാപ്പറ്റി വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സിൽവർ ഗോട്ടാപ്പറ്റി വർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലിറ്റിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇത് ബോട്ടത്തിൻ്റെ ആ ഒരു ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ. ഇനി നെക്കൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് തന്നെയാണ്. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്, ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, ഇതേ സെയിം പ്രിന്റ് തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ്. കോട്ടൺ ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഈ ഒരു കോട്ടൺ ആണെങ്കിലും ടോപ്പും അതുപോലെ ദുപ്പട്ടയും തമ്മിൽ ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട്. ദുപ്പട്ട മൽ കോട്ടണിലാണ് വരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്. പ്രത്യേകിച്ച് സമ്മറിലൊക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ്. അപ്പം എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഇൻഡോറയുടെ തന്നെ ഒരു കുർത്തയാണ്. ഓക്കെ, നല്ല ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തത് മീഡിയം ആണ് കേട്ടോ. ഇത് മീഡിയം ആണെങ്കിലും എനിക്ക് കുറച്ച് ലൂസാണ്. ഓക്കെ, നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് എംബ്രോയിഡറി ഇങ്ങനെ യോക്കിലൊക്കെ വരുന്നുണ്ട്. പ്രോപ്പർ മസ്റ്റാർഡ് യെല്ലോ അല്ല, ഒരു ലെമൺ യെല്ലോയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം എന്തായാലും നല്ല രസമുള്ളൊരു കുർത്ത. ഇതുപോലുള്ള എംബ്രോയിഡറി വരുന്ന കുർത്താസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെനിമിൻ്റെ ഒപ്പം പെയർ ചെയ്യണം. നമ്മൾ ലെഗിൻസിൻ്റെ ഒപ്പം പെയർ ചെയ്താൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. പാൻസിൻ്റെ ഒപ്പം പെയർ ചെയ്യാം, പക്ഷെ എന്നാലും ഡെനിമിൻ്റെ ഒപ്പം പെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സിൽവർ ഓക്സിഡൈസ്ഡ് സിൽവർ ജ്വല്ലറിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. ഈ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന കുർത്താസാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, ബാക്കൊക്കെ അത് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രം എംബ്രോയിഡറി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ്റെ ലാസ്റ്റ് കുർത്ത. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കളക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. പഴയ പ്രോഡക്ട്സ് കാണാനായിട്ട് എൻ്റെ ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറി നോക്കിയാൽ എല്ലാ പ്രോഡക്ട്സും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത ഓരോ വീഡിയോസായിട്ട് അതിൻ്റെ തമ്മിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു.